Hi friends, welcome to Lakshmi's Cooking Stories. ഇന്ന് ഞാൻ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങയൊക്കെ വറുത്ത് തേങ്ങയും മസാല എല്ലാം കൂടെ ഒരുമിച്ച് വറുത്ത് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു നാടൻ ചിക്കൻ കറി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ 1.5 കിലോ ചിക്കൻ പീസ് കറി കട്ടിൽ എടുത്തിട്ടുണ്ട്. 1.5 കിലോയാണ്. അതിന് ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്കൊരു ബോൾ, അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കാം. ബാക്കി തേങ്ങയൊക്കെ വറുത്ത് കോരിയതിന് ശേഷം ആ ടൈം കൊണ്ട് ഇത് നന്നായിട്ട് മാരിനേറ്റ് ആവും. പുറത്ത് വെച്ചിരുന്നാൽ മതി, ഫ്രിഡ്ജിൽ വയ്ക്കണം എന്നില്ല. ഒരു 1/2 hour നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തു. ഇനി നമുക്കിത് മാറ്റി ഫ്രിഡ്ജിൽ വയ്ക്കണം എന്നില്ല, പുറത്ത് തന്നെ ഒരു 1/2 മണിക്കൂർ വെച്ചേക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിത് ഒരു കടായി വെച്ചു. ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ്. അതിലേക്ക് ഞാനിവിടെ ഒരു മെഷറിംഗ് കപ്പിൽ 1 കപ്പ് തേങ്ങ ചിരകിയത് അളന്ന് വെച്ചിട്ടുണ്ട്, അതിട്ടു. ഒരു 6 അല്ലെങ്കിൽ 7 വറ്റൽമുളക് അതിട്ട് കൊടുക്കുക. എരിവനുസരിച്ചാണ്, എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മുഴുവൻ മസാല, കറുവപ്പട്ട ഒരു 2 ചെറിയ പീസ്, പെരിഞ്ജീരകം ഒരു 1 ടീസ്പൂൺ, 2-3 ഗ്രാമ്പൂ, ഒരു 7-8 കുരുമുളക്. അതും എരിവനുസരിച്ച്, കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഒരു 4 മുതൽ 5 ഏലക്ക, ഇത്ര ഇട്ട് കൊടുക്കുക. ഇനി ഇത്രയും നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി. ഞാനിവിടെ 9 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം, ഓരോരുത്തരുടെ എരിവനുസരിച്ച്. ഇപ്പം നമ്മുടെ തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഈ ബ്രൗൺ കളർ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്ത് കോരണം. ഇനി നമുക്കിത് തണുക്കാൻ വയ്ക്കാം. തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. വലിയൊരു കടായി എടുക്കുക. അതിലേക്കൊരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകട്ടെ. ചൂടാകുന്ന സമയത്ത് ധാരാളം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇത്രയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു വലിയ സവാളയും ഒരു 10-15 ചെറിയ ഉള്ളിയും ഒരുമിച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആ സവാളയും കുഞ്ഞുള്ളിയും മിക്സ് ചെയ്തു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ കുഞ്ഞുള്ളി മാത്രവും അല്ലെങ്കിൽ സവാള മാത്രമായിട്ട് ഒരു കപ്പ്, 1.5 കിലോ ചിക്കനാണ് 1 കപ്പ് ഉള്ളി വേണം. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം ഇതിലേക്ക് ഇടാൻ. ചെറിയ ബ്രൗൺ നിറം ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് വഴറ്റേണ്ടത്.
സവാള വഴണ്ട് വന്നു. ഇനി ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ കുഞ്ഞായി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയും സവാളയൊക്കെ വഴണ്ടിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം വളരെ ലോ ആക്കി വെച്ചിട്ട് നേരത്തെ നമ്മൾ തേങ്ങ വറുത്തില്ലേ, അത് ഞാനിത് അരച്ച് വെച്ചിട്ടുണ്ട് വെള്ളവും ചേർത്ത്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം. എല്ലാം ഒരുമിച്ച് മിക്സായി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് എരിവൊന്ന് ചെക്ക് ചെയ്യാം. പാകത്തിനുള്ള എരിവുണ്ട്. ഇനി ഒന്നും എരിവിന് വേണ്ടി ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ല, നമ്മളിത് ചെക്ക് ചെയ്യുന്ന ടൈമിൽ എരിവ് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറോ ഇച്ചിരി പെപ്പർ പൗഡറോ ആഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ എല്ലാം പാകത്തിനുണ്ട്. ഈ എണ്ണ തെളിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ്. എണ്ണ നല്ല തെളിഞ്ഞു വന്നു. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഇട്ടതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് ഒരുമിച്ച് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിനെ ചിക്കനൊക്കെ നല്ല ഒതുക്കി വെച്ച് അതിലേക്ക് 1 മുതൽ 1.5 കപ്പ് വരെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. തിളയ്ക്കാൻ വേണ്ടി ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, ഉടയാതെ. ചിക്കൻ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. ഇപ്പം നമുക്ക് ഉപ്പ് നോക്കാൻ പറ്റില്ല. ചിക്കൻ ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. തിളച്ച് തുടങ്ങി. നമുക്കിനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അടച്ച് വേവിക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് നോക്കാം റെഡിയായോ എന്ന്. പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കട്ടെ. കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. ജസ്റ്റ് ഒന്ന് ഉപ്പിട്ടത് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഫുള്ളായിട്ട്. ഇങ്ങനെ വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി. നമുക്കിനി ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പേഷ്യൻസോടുകൂടി ചെയ്യേണ്ട ഒരു പ്രിപ്പറേഷനാണിത്. തേങ്ങയും മസാലയൊക്കെ വറുക്കുന്ന സമയത്ത് വളരെ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വറുക്കാൻ. ധൃതിയിൽ നിൽക്കുമ്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയേ അല്ലത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക.
പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായി ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.